നമസ്കാരം. സ്ത്രീ പീഡന കേസിൽ ആരോപണ വിധേയനായ ബലാത്സംഗ കുറ്റം ചുമത്തപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, ആ MLA നോക്കി ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് നമ്മുടെ കേരളം. ആ MLA തിരഞ്ഞ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് നമ്മുടെ കേരള പോലീസ്. ആദ്യം പറഞ്ഞു പാലക്കാട് ഉണ്ടെന്ന്, പിന്നീട് പറഞ്ഞു ഫ്ളാറ്റിലുണ്ടെന്ന്. ആ സമയത്തൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പരസ്യമായി തിരുവനന്തപുരത്തെത്തി വക്കീലിന്റെ ഓഫീസിൽ പോയി വക്കീലിന് വക്കാലത്തൊപ്പിട്ട് കൊടുത്ത് സുഖമായി തലസ്ഥാന നഗരത്തിലൂടെ വിലസുകയായിരുന്നു. അതിനുശേഷം പാലക്കാടേക്ക് എത്തിയെന്ന സൂചനകൾ വരുന്നു. ഇങ്ങനെ സൂചനകളെന്ന് മാധ്യമ വാർത്തകൾ വരുന്നത് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം കേൾക്കുന്നു ഏതോ ഒരു നടിയുടെ കാറിൽ, ആ നടിയുടെ കാറിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി എന്നൊരു സംശയം. ചുവന്ന കാറാണെന്ന് വരെയുള്ള സംശയങ്ങൾ പുറത്തു വന്നു. പിന്നീട് ഇപ്പോൾ കേൾക്കുന്നു ആ നടിയുടെ കാറിൽ കോയമ്പത്തൂരിലേക്ക് പുറപ്പെട്ടു എന്ന്. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഉണ്ടായിരുന്ന നടി ആര്? രാഹുലിനെ രക്ഷപ്പെടുത്തുന്നതിൽ നടിയുടെ പങ്കെന്ത്? ഇതാണിപ്പോൾ പ്രധാനമായും അന്വേഷിക്കുന്നത്. അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് വരെ അന്വേഷണം നീണ്ടു എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ നടിയെ എന്തുകൊണ്ട് പോലീസിന് സംശയം തോന്നിയില്ല? ഈ നടിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്തുകൊണ്ട് പാലക്കാട് അന്വേഷണം നടത്താൻ പോലീസ് സംഘം ശ്രമിച്ചില്ല? അപ്പോൾ ഇതിന്റെ ഉത്തരം ഇത്ര മാത്രമേ ഉള്ളൂ. രാഹുൽ വിഷയത്തെ 2 ദിവസം കൂടി സജീവമായി ചർച്ചയാക്കി നിർത്തുക, സർക്കാരിനെതിരെ ഉയർന്ന ആക്ഷേപങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുക, പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിന്ന്, അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉയർന്ന മസാല ബോണ്ടിലെ ED കേസിൽ നിന്ന്. മുഖ്യമന്ത്രി വീണ്ടും ED കുരുക്കിലായിരിക്കുന്നു. ആ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ചർച്ച ചെയ്തു നിന്നാൽ ഇത് മാധ്യമ വാർത്തകളിൽ നിന്ന് മുഖ്യൻ രക്ഷപ്പെടും. ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സർക്കാരും പോലീസും ചില മാധ്യമങ്ങളും ചേർന്ന് നടപ്പാക്കുന്ന അജണ്ടയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ വേണമെങ്കിൽ വളരെ ഈസി ആയിട്ട് പിടിക്കാമായിരുന്നു. ആരും അറിയാത്ത ഒരാളല്ല, കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് വരെ സുപരിചിതനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അങ്ങനെ ഒരാൾക്ക് എവിടെ എത്ര കാലം ഒളിച്ചിരിക്കാൻ കഴിയും? അയാൾക്ക് ഈ കടുമണിക്കുള്ളിൽ നിന്ന് കയറി ഒളിച്ചിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോ ഏതെങ്കിലും ഒരു പാർട്ടി നേതാവിന്റെ വീട്ടിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ആത്മസുഹൃത്തുക്കളുടെ വീട്ടിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത്. പക്ഷേ ഈ ആളിനെ, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടാൽ 100 പേരിൽ 50 പേരും തിരിച്ചറിയുന്ന ആളാണ് ഇന്ന് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഏതെങ്കിലും ഒരു സുഹൃത്തിന്റെ വീട്ടിലോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്റെ വീട്ടിലോ ഒളിച്ചിരിക്കാൻ രാഹുലിന് കഴിയില്ല. അങ്ങനെ ഒളിപ്പിക്കാൻ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇപ്പോൾ തയ്യാറാകില്ല എന്നുള്ളത് മറ്റൊരു പ്രധാന കാര്യം. കാരണം അയാൾ ആരോപണ വിധേയനായ ഒരു പ്രതിയാണ്, അയാൾക്കെതിരെ തെളിവുകളുണ്ട്, അയാൾ ബലാത്സംഗ കേസിലെ പ്രതിയാണ്, അയാൾ സ്ത്രീ പീഡന കേസിലെ പ്രതിയാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ ആരെങ്കിലും സംരക്ഷിക്കണമെങ്കിൽ അവർക്ക് രാഹുലിനോട് അത്രയൊക്കെ അടുപ്പമുണ്ടാകണം. ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം, രാഹുലിനൊപ്പം കാറിലുണ്ടായിരുന്ന നടി ആരാണ്? രാഹുലിനെ സംസ്ഥാനം വിടാൻ സഹായിച്ച നടിക്ക് രാഹുലുമായുള്ള ബന്ധം എന്ത്? ഈ നടിയെ അന്വേഷണ സംഘം എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? ഇപ്പോൾ ചില വാർത്തകൾ പുറത്തു വരുന്നു. ഈ നടിയുടെ കാറിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ കേരള പോലീസ് ആരംഭിച്ചു എന്നുള്ള ചില വാർത്തകളാണ് പുറത്തു വരുന്നത്. അതിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് ഇനി കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. എന്തായാലും സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പെണ്ണ് കേസ് കൊണ്ടുള്ള ഓട്ടയടയ്ക്കാനുള്ള ചില പരിശ്രമങ്ങളാണ് ഇവിടെ കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പെണ്ണ് വിഷയം വെച്ച്, അല്ലെങ്കിൽ പെണ്ണ് കേസ് വെച്ച് മറയ്ക്കാൻ പറ്റുന്നതല്ല ഇടതു സർക്കാർ പ്രതിയായ, ഈ സർക്കാരിലെ ഉന്നതന്മാർ പ്രതിയായ സ്വർണ്ണക്കൊള്ള കേസ് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം.